ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ള ഈ കൊറിയൻ നൂഡിൽസ് ഞങ്ങൾക്കൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാൻ തോന്നി. അപ്പോൾ ഇന്ന് നമ്മളത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ദേവ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയാണ് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ ജാനിക്കുട്ടി അവർ അമ്മയുടെ വീട്ടിലായിരുന്നു. കുറേ ദിവസം കഴിഞ്ഞാണ് അവൾ വന്നത്. അപ്പോൾ അവളെ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെ ആയിരുന്നു. അവളെന്തോ കിച്ചൺ സെറ്റൊക്കെ വെച്ചിട്ട് എന്തോ കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവൾ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അവിടെ കുത്തിയിരിക്കുമായിരുന്നു. നമ്മളങ്ങനെ അടുക്കളയിൽ പ്രവേശിച്ചിരിക്കുവാണ് നമ്മുടെ കൊറിയൻ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട്. ദേവുക്കുട്ടിയുണ്ട് ഇവിടെ, മീനാക്ഷി ഇപ്പോൾ വരും. ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. അതെങ്ങനെയാണ് സംഭവം എന്ന് അറിയത്തില്ല. നമ്മൾ യൂട്യൂബിൽ കുറേ ഷോർട്സ് ഒക്കെ നോക്കിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള. അപ്പം നമുക്ക് ഉണ്ടാക്കാം. നൂഡിൽസ് ഉണ്ടാക്കുവാണോ? ഏത് നൂഡിൽസാ? കൊറിയൻ നൂഡിൽസ് ആണോ? എന്തോ ഇടുന്നേ നൂഡിൽസിനകത്ത്? മുളക് പൊടി മല്ലിപ്പൊടി ഇടാൻ പോവാണോ? എന്നിട്ടാണോ നൂഡിൽസ് ഉണ്ടാക്കുന്നേ? ജാനിമോളാണോ ഉണ്ടാക്കുന്നേ? മീടുക്കി പറ, എങ്ങനെ ഉണ്ടാക്കുന്നേ? ഇളക്കിയിട്ട് തിന്നും. ഓക്കെ, ഗുഡ്. നമുക്ക് ഉണ്ടാക്കാം. നല്ല കത്രികയാണ് ഗൈസ്. നല്ല കിടിലൻ കത്രിക ആയതുകൊണ്ട് പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടി. പിന്നെ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നമുക്ക്. എന്തുവാണുള്ളത്? ഇതെന്താ? അതൊന്നും തുറന്നേ. ഇത് നമ്മൾ ഷോർട്സിൽ കണ്ട പോലെ തന്നെ എന്തോ ഇത് കിംചി സീസണിങ്ങോ എന്തോ ഇത് വെജീസ്. ആദ്യം ഇതാന്ന് തോന്നിട്ടുണ്ട്. ഇത് വെജീസ്, ഇതാണ് ആദ്യം ഇടുന്നത്, പിന്നാണ് ഇത് ഇടുന്നത്. അത് നൂഡിൽസ് ഒരു പാക്കറ്റിൽ ഇത്രേ ഉള്ളൂ, ഇത്ര വരുത്തുള്ളൂ. 3 കപ്പ് വെള്ളമാണ് ഒഴിക്കണമെന്ന് പറഞ്ഞല്ലേ. 3 cups ഓഫ് വാട്ടർ. ഓക്കെ, 3 cups ഓഫ് വാട്ടർ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നിന്നെ കാണിക്കണോ വ്ലോഗില്? എന്തിനാ? ദേവ അവളുടെ ഫ്രണ്ടിനെ വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കണം ഗൈസ്. എനിക്ക് പറഞ്ഞ ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ്, പഠിക്കാനും ആഗ്രഹമുണ്ട്. ഞങ്ങൾ ദേവിനോട് വെച്ച് കുറേയൊക്കെ പഠിച്ചായിരുന്നു അല്ലേ. അക്ഷരങ്ങളൊക്കെ പഠിച്ചായിരുന്നു. ABCDEFGHIJKLMNOPQR STUVWXYZ വരെ പഠിച്ചു. വേറെ ഒന്നും അറിയത്തില്ല ഗൈസ്. സംസാരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഓ, ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ ഗൈസ്. അപ്പോൾ ദാണ്ടെ ഇങ്ങനെ നല്ലതായിട്ട് വെന്ത് വരുന്നുണ്ട് നമ്മുടെ നൂഡിൽസ്. നമുക്ക് വെജീസ് ഒക്കെ ആഡ് ചെയ്യാനകത്തോട്ട്. ഹായ് ഗൈസ്, പറ നല്ലപോലെ പറ. അറിയില്ല ഗൈസ്, അറിയത്തില്ല. ഞങ്ങളുടെ പരീക്ഷണം വിജയിക്കുമോ എന്തോന്ന്. വിജയിച്ചാൽ ഞങ്ങൾ കഴിക്കും, വയറിന് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. വിജയിച്ചില്ലെങ്കിൽ പ്രശ്നമാവും ഗൈസ്. നമ്മൾ വെജീസ് ആഡ് ചെയ്യാണ് ഗൈസ്. എന്തുവാണ് ഇതൊക്കെ ആർക്കറിയാം. ഇതൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാൻ. എന്തോ കിംച്ചിയോ എന്താണിത്? എന്തോ ഇത് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഗൈസ്. ഇതിലാണെന്ന് തോന്നുന്നു ഏരിയല്ലയോ. നല്ല റെഡ് കളറിൽ ഇരിക്കുന്നു. എന്തോണോ എന്തോ. വാവ്, എൻ്റെ പൊന്നെ, ഭയങ്കര റെഡ് കളർ. നല്ല എരിയുള്ള സാധനമാണെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. നല്ല റെഡ് കളറായിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ കുറച്ച് ഇട്ടുള്ളൂ ആദ്യം. അപ്പോൾ ദേവു പറഞ്ഞു കുറച്ചും കൂടി ഇടെന്ന് പറഞ്ഞ് അങ്ങനെ മൊത്തം വാരി ഇട്ടിട്ടുണ്ട്. ഇപ്പം നല്ല റെഡ് കളറായിട്ടുണ്ട്. എന്താവോ എന്തോ. മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. പാത്രത്തിലേക്ക് മാറ്റുവാണ് ഗൈസ്. എങ്ങനെ ഉണ്ടാവും എന്ന് ആർക്കറിയാം. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അമ്പലത്തിൽ എന്തോ ഒരു സംഭവം നടക്കുകയാണ്, അതിൻ്റെയാണ് ഈ പാട്ട് കേൾക്കുന്നത് ഗൈസ്. ആവി പാറുന്ന കൊറിയൻ നൂഡിൽസ്. ആഹാ, ടാക്സി സ്പൂണൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ഗൈസ്. കാണുന്ന ഗുമ്പൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടായാൽ മതിയായിരുന്നു. കുഴപ്പമില്ല ഗൈസ്, നല്ല രസമുണ്ട്.
അപ്പോൾ കൊറിയൻ നൂഡിൽസൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് എരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് പാത്രത്തിൻ്റെ എല്ലാവരും കഴിച്ചു ഗൈസ്. കല്ലൊക്കെ അതാ കൊറിയൻ നൂഡിൽസ് ട്രൈ ചെയ്തു. കുളമൊന്നും ആയില്ല ഗൈസ്, കുഴപ്പമില്ലായിരുന്നു. പിന്നെ നല്ല എരിയാണെന്നേ ഉള്ളൂ, ഭയങ്കര എരിയാണ്. ഉണ്ടോ ഇപ്പോഴും കുറച്ചുകൂടെ വെള്ളം കുടിക്കണം ഗൈസ്, നല്ല എരിയാണെന്നേ ഉള്ളൂ അല്ലേ. ഹോണസ്റ്റ് റിവ്യൂ പറ കല്ലു, എങ്ങനെയുണ്ട്? അതെ, ഏറ്റവും കൂടുതൽ കഴിച്ച കല്ലു ചുമ്മാണ് ഗൈസ്, നല്ല എരിയുണ്ട്. പക്ഷെ കുഴപ്പമില്ല, വലിയ ഗുമ്മുണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ പറയത്തക്ക സംഭവമൊന്നുമില്ല. എരിയുണ്ട്, ഇല്ല എന്നാ കുഴപ്പമില്ല, അങ്ങനെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കൊറിയൻ നൂഡിൽസ് ട്രൈ കൊളമായില്ല, സക്സസ് ആയി. പിന്നെ മഞ്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. മഞ്ചേട്ടൻ വന്ന് ജാനി വെച്ച് ഡാൻസൊക്കെ കളിപ്പിക്കുമായിരുന്നു. പിന്നെ ജാനിയും കല്ലും എല്ലാവരും കൂടി ഇരുന്ന് കിച്ചൺ സെറ്റൊക്കെ വെച്ച് കളിക്കുമായിരുന്നു കുറേ നേരം. പിന്നെ നമ്മളെല്ലാവരും കൂടി കാര്യം പറഞ്ഞൊക്കെ ഇരുന്നപ്പോൾ നമ്മുടെ അഞ്ജനയുടെ അനിയൻ ഹരി അങ്ങോട്ട് വന്നു. നാഷണൽ പ്ലെയർ ഹരിശങ്കർ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ബൈ ബൈ പറ, ബൈ ബൈ പറ കല്ലോ. ബൈ ബൈ. ബൈ ബൈ.